എന്താണ് ഇതിന് മാത്രം എഴുതാൻ? അടുത്ത ബന്ധുക്കൾക്കും പഴയ കൂട്ടുകാർക്കും ഒക്കെ ഓരോ കത്തുകൾ എഴുതി അയക്കണം. ഓണാശംസകൾ അറിയിക്കണമല്ലോ. കൊള്ളാം മോഹനേട്ടാ, ഇത് വർഷം 2015 ഈ കാലത്ത് ആരെങ്കിലും ഓണത്തിന് എഴുതുവോ? ഇവിടെ ഒരു ഫോൺ ഇരിപ്പുണ്ട്, അതെടുത്ത് വിളിച്ച് നേരിട്ടങ്ങ് പറഞ്ഞാ പോരെ ഓണാശംസകൾ എന്ന്. പ്രിയപ്പെട്ട ജോയിലാൽ, എന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഹലോ, അതെ, ആരാണ്? ആ, നമസ്കാരം സർ. മോഹനേട്ട തിരക്കിട്ടെന്തോ എഴുതിക്കൊണ്ടിരിക്കുക. ഞാൻ കൊടുക്കാം, ഒരു മിനിറ്റ്. മോഹനേട്ടാ, ഫോൺ ഇപ്പൊ വരും സർ. ഓ, എന്ത് വിശേഷം? ഏയ്, ഞങ്ങളങ്ങനെ വലിയ രീതിയിൽ ഓണം ആഘോഷിക്കാറില്ല. അതെ അതെ, ചിലപ്പോ ഒന്ന് നാട്ടിൽ പോവും. ഒന്നും തീരുമാനിച്ചില്ല. ഞാൻ കൊടുക്കാം സർ. നമസ്കാരം സാർ. ഇല്ല, ആഫീസ് പോകാൻ സമയമായല്ലോ സാർ. അതെ അതെ, സാറിന് രാവിലെ വിളിച്ചത് വലിയ സന്തോഷം സാർ. സാറിന്റെ ഓണക്കാലവും നന്നായിരിക്കട്ടെ. അത് നേരിൽ പറയുന്നില്ലേ നല്ലത്? പക്ഷെ തിരുവനന്തപുരത്തുള്ള ഒരാളോട് എങ്ങനെ നേരിട്ട് ആശംസ പറയാനാണോ ഉത്തമ? അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മുടെ പരിചയക്കാരുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ നേരിട്ട് പോകേണ്ടി വരും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എഴുത്തെഴുതുന്നത്. അല്ല, ഫോൺ വിളിക്കാല്ല സാറേ. അങ്ങനെ പറ്റും. ഫോൺ എന്ന വസ്തു നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമല്ല. ഫോണിലൂടെ ആശംസകൾ വിളിച്ച് പറയുന്നതും ഇവൾ പറയുന്നത് പോലെ മെസ്സേജ് അയക്കുന്നതും ഒക്കെ ഓണത്തിന്റെ സംസ്കാരത്തിന് ചേരാത്തതാണ്. ഉത്തമം പറയൂ. ഞാൻ എഴുത്തെഴുതിയത് എന്റെ അമ്മയ്ക്കും എന്റെ അടുത്ത ബന്ധുക്കൾക്കും പിന്നെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾക്കുമാണ്. ആ സുഹൃത്തുക്കളൊക്കെ ആണുങ്ങളാണ്. ദിവാകരൻ നിനക്ക് തന്നതുപോലെ ഒരു ആശംസ കാർഡ് ഞാൻ ഏതെങ്കിലും സ്ത്രീകൾക്ക് കൊടുത്താൽ നീ എന്തു പറയും? ഞാനൊന്നും പറയില്ലേ. ആ, ഓണത്തിനൊരു ആശംസാ കാർഡ് കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. എന്തായാലും നീ ആ കാർഡ് വാങ്ങിയത് തെറ്റായി പോയി. എനിക്ക് വേണ്ടാന്ന് നീ അപ്പോഴേ പറഞ്ഞിരുന്നെങ്കിൽ ദിവാകരന്റെ അസുഖം അപ്പോഴേ അങ്ങ് മാറിയേ. അതെങ്ങനെ വേണ്ടെന്ന് പറയും മോനട്ടാ? അയാൾ എനിക്ക് തന്ന പ്രേമലേഖനമൊന്നും അല്ലല്ലോ, ഒരു ആശംസാ കാർഡല്ലേ. അയ്യോ, ഇതും അതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നിനക്കില്ലാത്തതാണ് സാറേ. ഞാൻ ഇവിടെ നിറങ്ങി താഴത്തെ റോഡിലെത്തിയപ്പോ സഹകരണ ബാങ്കിലെ ക്ലർക്ക് രജനി സാറിനെ കണ്ടു. നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ദിവാകരന്റെ ഭാര്യ. സാറിന് തരാനാണെന്ന് പറഞ്ഞ് രജനി സാറ് ഈ കാർഡ് എന്നെ ഏൽപ്പിച്ചു. അത് തരാനാണ് ഞാൻ വന്നത്. സാറ് മിക്കവാറും സഹകരണ ബാങ്കിൽ ചെല്ലാറുണ്ടല്ലോ. രജനി സാറിനാണെങ്കിൽ മോഹനാക്ഷ സാറിനെ പറ്റി ഭയങ്കര അഭിപ്രായമാണ്. മോഹനേഷ സാറിനെ പോലൊരു യോഗ്യനായ ആളിനെ കണ്ടിട്ടില്ല എന്നാണ് രജനി സാറ് പറയുന്നത്. ഇതങ്ങ് വാങ്ങിയിട്ട് സാറത് ഈ കേസിൽ നിന്ന് എന്നെ അങ്ങ് ഒഴിവാക്ക്. പ്രിയപ്പെട്ട മോഹനകൃഷ്ണൻ സാറിന് സ്നേഹത്തോടെ രജനി. കൊള്ളാം. സഹകരണ ബാങ്കിലെ കണക്കപ്പിള്ളയായ രജനി സാറ് വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണൻ സാറിന് സ്നേഹത്തോടെ കൊടുത്തയച്ച ഓണാശംസ. എന്നോട് സ്വഭാവം അത്രയ്ക്കും നല്ലതാണ്. അവൾ എന്നെ പോലൊരു അഹങ്കാരിയല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ സംശയിക്കേണ്ടതായിരുന്നു മോഹനേട്ടനും രജനിയും തമ്മിൽ എന്തൊക്കെയോ ഇടപാടുകളുണ്ടെന്ന്. ഇപ്പതാ തെളിവോട്ടൊരു ആശംസ കാർഡും. സ്നേഹത്തോടെ സ്വന്തം രജനി എന്നും കൂടി എഴുതിയിരുന്നെങ്കിൽ അങ്ങ് പൂർണ്ണ ആയനെ. അല്ലെങ്കിൽ ഇത്ര കൃത്യമായി ഈ കാർഡ് കൊടുത്തുവിടാൻ രജനി ചേച്ചി തോന്നിപ്പിച്ചത് ആരാ? അതേവൊന്നല്ല, പറഞ്ഞ് എഴുതിച്ചോ. എന്റെ ഫോൺ നമ്പറാ ചോദിച്ചത്. ഫോണിൽ വിളിച്ച് ആശംസ പറഞ്ഞ ഞാൻ ദേഷ്യപ്പെടുന്നു പറഞ്ഞപ്പോ കാർഡ് എഴുതി വാങ്ങിയത് ആ ദുഷ്ടൻ. അത് നന്നായി. എന്തായാലും ഉത്തമൻ എന്റെ വക ഒരു ചെലവുണ്ട്. ഓണത്തിനായിക്കോട്ടെ, ഒരു ഗ്ലാസ് നല്ല മധുരട്ടൊരു പായസം. അപ്പൊ എനിക്കോ? മോഹനേട്ടന് വേറൊരു മധുരത്തിന്റെ ആവശ്യമില്ലല്ലോ.